ചിരിയുടെ തമ്പുരാന് വിട നൽകി മലയാളം. പറവൂരിലെ ലാഫിംഗ് വില്ലയിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടൻ സലിം കുമാറിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. മതപരമായ ചടങ്ങുകൾ ഇല്ലാതെയാണ് സംസ്കാരം നടന്നത്. പൊതുദർശനം നടന്ന പറവൂർ ടൗൺ ഹാളിലേക്ക് ആയിരങ്ങളാണ്. ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത താരത്തെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ചിരിപ്പിച്ച് അവസാനം കരയിപ്പിച്ച് സലിം കുമാർ യാത്രയായിരിക്കുകയാണ്. എങ്ങനെയാണ് ആ ജന്മനാട് അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകിയത്? സലിംകുമാർ ഈ നാടിന് ആരായിരുന്നു എന്നതിന്റെ നേർ സാക്ഷ്യം തന്നെയായിരുന്നു സലിംകുമാറിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സ്വന്തം നാടായ പറവൂരിൽ രണ്ട് സ്ഥലത്തായി നടന്ന പൊതുദർശനത്തിൽ, ഒന്ന് പറവൂർ ടൗൺ ഹാളിലും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ വസതിയായ ലാഫിംഗ് വില്ലയിലേക്കും ഒഴുകിയെത്തിയ ഒരു ജനസഞ്ചയം എന്ന് പറയുന്നത് അവരെല്ലാം പല ഘട്ടങ്ങളിൽ സലിംകുമാറുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിരുന്ന ആളുകളാണ്. അതിൽ സിനിമയുടെ പ്രേക്ഷകരുണ്ട്. അദ്ദേഹം കുടുകുടാ ചിരിപ്പിച്ച, ചിലപ്പോഴൊക്കെ കണ്ണീരണിയിച്ച, ചിലപ്പോഴെല്ലാം ചിന്തിപ്പിച്ച ആ കലാകാരൻ, അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ തന്നെയാണ് അവരെല്ലാവരും തന്നെ എത്തിയത്. രാവിലെ 9 മണി മുതൽ പൊതുദർശനം ടൗൺ ഹാളിൽ ആരംഭിച്ചിരുന്നു. പറവൂർ ടൗൺ ഹാളിലാണ് പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തത്. ഇവിടെയാണ് സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള ആളുകൾ, അതിൽ സാംസ്കാരിക പ്രവർത്തകരുണ്ട്, സിനിമാ മേഖലയിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുണ്ട്, പുതുതലമുറയിലുള്ള ആളുകളുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്. അങ്ങനെ സമസ്ത മേഖലകളിലുള്ള ആളുകൾ അവിടെ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. അവരെല്ലാം ഒറ്റ വാക്കുകളിലാണ് ആ ഒരു നഷ്ടത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അവർ പറഞ്ഞത്. മാത്രമല്ല, അവരുടെ എല്ലാം ഓർമ്മകളിൽ എത്രമാത്രം പ്രിയപ്പെട്ട ആളായിരുന്നു സലിംകുമാർ എന്ന് ബോധ്യപ്പെടുത്തുന്ന തന്നെയായിരുന്നു അനുസ്മരണ സംഭാഷണങ്ങളിൽ ഉടനീളം അവരെല്ലാം പറഞ്ഞു പോവുകയും ചെയ്തത്. തുടർന്ന് 2 മണിക്ക് ശേഷം ഇവിടെ അദ്ദേഹത്തിന്റെ വസതിയായ ലാഫിംഗ് വില്ലയിലേക്ക് മൃതദേഹം എത്തിച്ചു. നേരത്തെ 1 മണിക്ക് കൊണ്ടുവരും എന്നായിരുന്നു. 1 മണി വരെയാണ് അവിടെ പൊതുദർശനം ക്രമീകരണങ്ങൾ പറഞ്ഞിരുന്നത്. എങ്കിൽ വലിയ ഒരു ആൾക്കൂട്ടം വന്നതോടെ, വലിയ ജനസഞ്ചയം എത്തിയതോടെ, പുറത്തേക്കും പറവൂർ ജംഗ്ഷന്റെ പുറത്തേക്കും നീണ്ട ആളുകൾ എത്തിയതോടുകൂടി പൊതുദർശന സമയം നീട്ടുകയായിരുന്നു. തുടർന്ന് വീട്ടിലേക്കും ആളുകൾ ഒഴുകിയെത്തി. കാരണം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ അവർക്ക് സ്വന്തം വീട് പോലെ ഏതു സമയത്തും കയറി ചെല്ലാൻ കഴിയുന്നത് തന്നെയായിരുന്നു സലിംകുമാറിന്റെ വീട്. പല ഘട്ടങ്ങളിൽ അത് സഹായ ഹസ്തങ്ങളായാണെങ്കിലും ചില ഘട്ടങ്ങളിൽ അവർക്ക് ആശ്രയമായിട്ടും എല്ലാമുള്ള വീടാണ് അത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രളയ കാലത്തടക്കം അത്തരത്തിൽ അവർക്ക് ആശ്രയമേകിയ വീടാണ്. ആ സ്ഥലത്തേക്ക് ഒരിക്കൽ കൂടി വരുമ്പോൾ സലിംകുമാറില്ലാത്ത വീട്ടിലേക്ക് അവർ എത്തിച്ചേർന്നു. തുടർന്ന് ഔദ്യോഗിക ചടങ്ങുകൾ തന്നെ, ഔദ്യോഗിക ബഹുമതികളോട് കൂടിയായിരുന്നു അദ്ദേഹത്തിന് അന്ത്യ യാത്രയയപ്പ് നൽകിയത്. എന്നാൽ മതപരമായ ചടങ്ങുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ജീവിതത്തിൽ അദ്ദേഹം ചില നിഷ്ഠകൾ അല്ലെങ്കിൽ അത്തരം ചില ചിന്താഗതികൾ വെച്ചു പുലർത്തി പോന്നു. മരണത്തിന് ശേഷവും അത് പാലിക്കണമെന്ന നിർബന്ധം അദ്ദേഹം കുടുംബാംഗങ്ങളോട് പങ്കുവച്ചിരുന്നു. അങ്ങനെയാണ് മതപരമായ ചടങ്ങുകൾ എല്ലാം തന്നെ ഒഴിവാക്കിയുള്ള ചടങ്ങുകളായിരുന്നു, സംസ്കാര ചടങ്ങുകളായിരുന്നു നടന്നത്. അവിടെയും പൊതുദർശനത്തിന് വെച്ചപ്പോൾ നിരവധി ആളുകൾ അദ്ദേഹത്തെ അവസാനമായി കാണാനെത്തി. മന്ത്രിയും ഒപ്പം തന്നെ ഡെപ്യൂട്ടി സ്പീക്കറും അടക്കമുള്ള ആളുകൾ, സിനിമാ മേഖലയിലുള്ള നടൻ ദിലീപ് അടക്കമുള്ള ആളുകളെല്ലാം തന്നെ അവിടെയും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തി. തുടർന്ന് ഭൗതിക ശരീരം ചിതയിലേക്ക് എടുത്തു. ഇവിടെ വെച്ചാണ് ഗാർഡ് ഓഫ് ഓണർ നൽകിക്കൊണ്ട് ദേശീയ അവാർഡും സംസ്ഥാന ചലച്ചിത്ര അവാർഡും എല്ലാം തന്നെ നേടി നാടിന്റെ അഭിമാനമായി മാറിയ ആ കലാകാരനെ അർഹിക്കുന്ന ഒരു ബഹുമതിയോടുകൂടി തന്നെ, ആദരവോടുകൂടി തന്നെ നാട് യാത്രയയപ്പ് നൽകിയത്. തുടർന്ന് അദ്ദേഹത്തിന്റെ ചിതയ്ക്ക് മക്കൾ തീ കൊളുത്തി. അങ്ങനെ അഗ്നിനാളങ്ങൾ ആ കലാകാരനെ ഏറ്റുവാങ്ങി. ഇനി ഓർമ്മകളിൽ നിറയുന്ന ഒരു അഗ്നി സൂര്യനായി സലിംകുമാർ. ഓക്കെ ജിജീഷ്, അങ്ങനെ ലാഫിംഗ് വില്ലയിലെ ചിരി മാഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ട സലിം കുമാറിന് ആ നാട് വികാരനിർഭരമായ യാത്രയയപ്പാണ് നൽകിയത്. ഇനി സലിം കുമാർ നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കും. ഒരിടവേളയാണ്, തിരികെ എത്താം.